CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സ് അല്പം കൂടി സൂക്ഷ്മത പുലർത്തണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്ന് ചില മാപ്രകൾ എഴുതി കണ്ടപ്പോൾ അതിശയം തോന്നിപ്പോയി. ആലപ്പുഴയിലെ CPM നേതാവ് G സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അംഗത്വം പുതുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആവശ്യം ഉയർന്നതെന്നാണ് മാപ്രകൾ പറയുന്നത്. ഇതൊക്കെ എഴുതുന്നവര് ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഈ സമീപകാല രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കണ്ടംപററി CPM പൊളിറ്റിക്സിൽ ഇതുപോലെ സൂക്ഷ്മത പുലർത്തുന്ന ഒരു നേതാവിനെ നിങ്ങൾ വേറെ ആരെയാണ് കണ്ടിട്ടുള്ളത്? ഓരോ കാര്യങ്ങളും അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഏതെങ്കിലും നേതാവ് മറ്റുണ്ടോ? നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം സൂക്ഷ്മത പുലർത്തണമെന്ന് പാർട്ടിയിൽ ആവശ്യം ഉയരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണ്ടായോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ CPM-ലെ സ്റ്റാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ പോലല്ലെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അഭിപ്രായം. നമ്മൾ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പൊ MV ഗോവിന്ദൻ മാഷാണ് സ്റ്റാർ. കാരണം താൻ ഒഴിയുന്ന തളിപ്പറമ്പ് സീറ്റില് പകരം തന്റെ ഭാര്യ എന്ന ഫോർമുല എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയെടുത്തത്. എത്ര സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കിയത്. നമുക്കറിയാം CPM പോലൊരു പാർട്ടിയിലെ എത്ര വലിയ നേതാവാണെങ്കിലും സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസിനാണെങ്കിൽ അതൊക്കെ പറ്റും. K കരുണാകരന്റെ മക്കളെ സ്ഥാനാർത്ഥിയാക്കാം, അല്ലെങ്കിൽ മറ്റ് പല നേതാക്കളും അവരുടെ ബന്ധുക്കള് അവരുടെ മക്കൾ ഒക്കെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെ പ്രത്യേകതകളാണ്. നേതാക്കന്മാർക്ക് അക്കാര്യങ്ങളിലൊക്കെ ഒരു സേ കിട്ടും. പക്ഷെ അങ്ങനെയാണോ CPM? അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ? അത്തരത്തിലൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ CPM-ലെ ഇപ്പോഴ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിൽ നടന്നിരിക്കുന്നത്. നമുക്ക് പിണറായി വിജയനെ മാറ്റി നിർത്താം. അദ്ദേഹം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കും. അത് അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ, വലിപ്പം, എതിരില്ലായ്മ അല്ലെങ്കിൽ അനിഷേധ്യത അതൊക്കെ കൊണ്ടാണ്. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഭാര്യയോ മകളെയോ ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനും ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള ചുമ്മാ നിന്നു കൊടുത്താൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ നൽകാനും ഒക്കെ സാധിക്കുമായിരുന്നു. അതൊക്കെ അദ്ദേഹം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ നന്മ എന്ന് മാത്രം കരുതിയാൽ മതി. പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടുമായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയ റിയാസിന്റെ കാര്യം. ഇതേപോലൊരു രാജകുമാരൻ CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഒരു സാധാ നേതാവായിരുന്നു. DYFI-യുടെ SFI-യുടെ ഒക്കെ നേതാവായിരുന്നു. അദ്ദേഹം എത്ര പെട്ടെന്നാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, അതിനുശേഷം മന്ത്രിയാകുന്നു, പിന്നീട് നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡിയായ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുന്നു. വെറുതെ മന്ത്രിയായി എന്നല്ല, രണ്ട് ഒന്നാന്തരം വകുപ്പുകൾ, ആരും ആഗ്രഹിക്കുന്ന ആശിക്കുന്ന കൊതിക്കുന്ന രണ്ട് വകുപ്പുകൾ. ഒന്ന് ഗ്ലാമറസ് ആയിട്ടുള്ള ടൂറിസം വകുപ്പ്, രണ്ടാമത്തേത് വളരെ തന്ത്രപ്രധാനമായ PWD പൊതുമരാമത്ത് വകുപ്പ്. അതാ പറഞ്ഞ ഇതുപോലൊരു രാജകുമാരന്റെ ഉദയം CPM-ൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാ? അത് പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ടാ. ഇവിടെ ഒരു സാധാ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തോട് പിണറായി വിജയന്റെ ആഭിമുഖ്യമുണ്ട്, ഒരു അടുപ്പമുണ്ട്, സ്നേഹമുണ്ട് എന്നതൊക്കെ ശരിയാ. പക്ഷേ ഭാര്യയെ വളരെ നിഷ്പ്രയാസം സ്ഥാനാർത്ഥിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. നേരത്തെയും അനുഭവങ്ങളുണ്ട്. നമ്മുടെ A വിജയരാഘവൻ, അദ്ദേഹം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ച അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ പോവുകയാണെന്നാ. നമുക്ക് പിണറായി വിജയൻ ഒരു ബദൽ വേണമല്ലോ, അങ്ങനെയൊക്കെ പലരും ചിന്തിച്ചു പോയി. പക്ഷേ പിണറായി വിജയൻ ഒരു ബദൽ ഉണ്ടാകുന്നെങ്കിൽ അത് കണ്ണൂരിൽ നിന്നായിരിക്കും എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. എന്തായാലും അദ്ദേഹം ചിലപ്പോൾ കേരളത്തിൽ മത്സരിച്ചേക്കും എന്നൊക്കെ ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. CPM-ന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ, നമ്മുടെ ബിന്ദു ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി, ജയിപ്പിച്ചു, മന്ത്രിയാക്കി. ഇത് നമ്മുടെ AK ബാലൻ സഖാവിന് കഴിയാതെ പോയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രായം പറഞ്ഞ് ഇത്ര ടേം മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞവണ് ഒതുക്കി നിർത്തിയപ്പോഴ് അല്ലെങ്കിൽ മാറ്റി നിർത്തിയപ്പോഴ് ഭാര്യയെ രംഗത്തെ കൊണ്ടുവരുന്ന ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ നടന്നില്ല. AK ബാലൻ ആരായിരുന്നു? തോമസ് ഐസക്കും G സുധാകരനൊക്കെ ഔട്ടായപ്പോൾ ബാലൻ സഖാവ് ഔട്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ഒരു ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ പറയാവുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് പോലും നടക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ആ പുഷ്പം പോലെ നമ്മുടെ MV ഗോവിന്ദൻ മാഷ് സാധിച്ചെടുത്തിരിക്കുക. എങ്ങനെ? വളരെ സൂക്ഷ്മമായ കരുനീക്കങ്ങളിലൂടെ. എന്നിട്ടാണ് മാപ്രകൾ പറയുന്നത് അദ്ദേഹം കുറച്ചുകൂടെ സൂക്ഷ്മത പുലർത്തണമെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ ഗംഭീരമായ ഒരു പ്രസ്താവന പാർട്ടിയുടെ മുമ്പിൽ അദ്ദേഹം വയ്ക്കുകയും ചെയ്തു, നമ്മുടെ ഗോവിന്ദൻ മാക്സ്. അതായത് തന്റെ ഭാര്യയുടെ PK ശ്യാമളയുടെ ഈ ഭാര്യ പദവി എപ്പോഴാണ് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നത് എന്നുള്ളത്. അദ്ദേഹം പറയുന്നത്
ശ്യാമളയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പാർട്ടിയിലെ വളരെ പ്രമുഖ നേതാവായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഒക്കെ വലിയ നേതാവായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളിന് പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നതിന് തന്റെ ഭാര്യ പദവി വേണോ? അതാണ് അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം. അങ്ങനെ ചോദിക്കാൻ കാരണം ചില വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ്. പാർട്ടിക്കുള്ളിലും പുറത്തും സോഷ്യൽ മീഡിയയിൽ പൊതുസമൂഹത്തിലൊക്കെ ഇത് വന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകാൻ വേണ്ടി സ്ഥാനമൊഴിഞ്ഞ ഗോവിന്ദൻ മാർക്സ് പകരം കണ്ണൂരിൽ വേറെ സ്ഥാനാർത്ഥികൾ ആരുമില്ലേ? തളിപ്പറമ്പ് മറ്റൊരാളില്ലേ യോഗ്യതയുള്ളവരായിട്ട്? എന്തുകൊണ്ടാണ് ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയാവണമെന്ന് പറയുന്നത്? അങ്ങനെയുള്ള വിമർശനങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലൊക്കെ വന്നു കേട്ടോ. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് ഈ ഭാര്യ പദവി ഈ ഒരു സംഭവം എന്നാ പൊട്ടിമുളച്ച് വന്നതേ എന്നുള്ളത്. നേരത്തെ തന്നെ ശ്യാമള സഖാവ് ഒരു പ്രമുഖ നേതാവായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഗോവിന്ദൻ മാർക്സ് ശ്യാമള സഖാവിനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ അവര് ഇതിലും ഉന്നത പദവികളിലേക്ക് നേരത്തെ തന്നെ എത്തുമായിരുന്നു. പാർട്ടിയിലെ വളരെ പ്രമുഖ നേതാവായി വളർന്ന പിന്നീട് പാർട്ടി സെക്രട്ടറിയായി മാറിയ നമ്മുടെ ഗോവിന്ദൻ മാർക്സ് അങ്ങനെ നിൽക്കുമ്പോൾ അല്പം ഒന്ന് പിൻവലിച്ച് നിന്നേ ഉള്ളൂ. അതായിരിക്കണം സത്യം. അതുകൊണ്ട് തന്റെ ഭാര്യ പദവി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സ്ഥാനത്തിന് തടയിടരുത് എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ വാചകങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിലൊക്കെ അദ്ദേഹം പുലർത്തിയ സൂക്ഷ്മത അത്ര ചെറുതാണോ? ഭാര്യ പദവി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് സീറ്റ് നേടിക്കൊടുക്കുന്ന ആ മികവ്, കഴിവ്, അതിനെയൊക്കെ സൂക്ഷ്മതയില്ലായ്മയെന്നൊന്നും നിങ്ങൾ മാപ്രകള് വിവരിക്കരുത്, വിചാരിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. നിങ്ങൾ മനസ്സിലാക്കണം കാര്യങ്ങൾ. ഒരുപക്ഷെ ഇതുപോലെ ഭാര്യയും ഭർത്താവും നേതാക്കളായിട്ട് വന്നിട്ടുള്ള സന്ദർഭങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ലേ? ടി.വി. തോമസും ഗൗരിയമ്മയും ഉണ്ടായിരുന്നില്ലേ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ? ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സ്നേഹത്തിലിരിക്കുന്നവർ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായതിനു ശേഷമാണ് വിവാഹം നടന്നതെങ്കിലും KR ഗൗരിയമ്മയുടെ വളർച്ചയുടെ പിന്നിൽ ടി.വി. തോമസ് പ്രമുഖ നേതാവായതിന്റെ പിന്നിൽ ഗൗരിയമ്മയോ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഈ ഭാര്യ പദവിയും ഭർത്തൃ പദവിയൊന്നും ആരും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇവിടെ AKജിയും സുശീല ഗോപാലിനും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഈ ബാലാനന്ദനും സരോജിനി ബാലാനന്ദനും ഉണ്ടായിരുന്നില്ലേ? പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ബൃന്ദ കാരാട്ട് രണ്ടുപേരും ഒരേ സമയം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നില്ലേ? അന്ന് ഇതാരും പറഞ്ഞില്ലല്ലോ. എന്താ പറയാതിരുന്നത്? ഇപ്പൊ നമ്മുടെ സ്വന്തം കാര്യം വന്നപ്പോൾ ഒരു ഭാര്യ പദവി, ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ മൂടോടെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ മാർക്സ് PK ശ്യാമളയ്ക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അതിനകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അവിടെ പല സീറ്റുകളിലും പലരുടെയും പേരുകൾ വന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ കൂടി ചർച്ച ചെയ്തപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് PK ശ്യാമള ഇല്ലാതെ മറ്റൊരാളില്ലെന്നേ പറഞ്ഞല്ലോ. കണ്ണൂർ വരെ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? തളിപ്പറമ്പിൽ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, മുഖ്യ സ്ഥാനാർത്ഥി PK ശ്യാമള ആയതുകൊണ്ടാണ്. അവർ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? വളരെ ജനകീയ മുഖമുള്ള ഒരാളല്ലേ? സാധാരണ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയ സ്വാധീനമുള്ള ആളല്ലേ? മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവർക്ക് അവരുടേതായ ഒരു പ്രവർത്തന പാരമ്പര്യം, ചരിത്രം പറയാനില്ലേ? എന്താ നിങ്ങൾ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു എന്ന കാര്യം പറയുമ്പോൾ ചിരിക്കുന്നത് ഒരു കള്ളച്ചിരി? അതിനകത്ത് എന്തൊരു അർത്ഥമുണ്ടല്ലോ. അതൊന്നും വേണ്ട. ഇവിടെ അത്തരത്തിലുള്ള കമന്റുകളൊന്നും ഇവിടെ വേണ്ട. ആലോചനയും ചിന്തയൊന്നും വേണ്ട. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരാളെന്ന നിലയിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു, അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. സൂക്ഷ്മതയോടെയാണ്, ശ്രദ്ധാപൂർവമാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചെടുപ്പിച്ചത് എന്നിരിക്കെ അദ്ദേഹത്തിന് സൂക്ഷ്മത പോരാ എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. മാധ്യമപരമായ ധാർമ്മികതയ്ക്ക് ഒട്ടും നിരക്കുന്നതല്ല എന്ന് അങ്ങനെയൊക്കെ എഴുതുന്ന മാപ്രകളെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തെ പാർട്ടിയിലെ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചിരി, ഒരു പരിഹാസ ചിരി, ഒരു കളിയാക്കി ചിരി, അതാണ് പാർട്ടിക്കുള്ളിൽ ഒരു ചെറിയ കൊടുങ്കാറ്റ് ഉയർത്തിയെന്ന കാര്യം മറക്കരുത്. ചെറുതല്ല, സാമാന്യം വലിയ കൊടുങ്കാറ്റ് തന്നെയാണത്. എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? പിണറായി വിജയൻ സാധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങള് വളരെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാ. അല്ലാതെ അദ്ദേഹം VS അച്യുതാനന്ദനെ പരിഹസിച്ച് ചിരിച്ചിട്ട് കിട്ടിയ നേട്ടങ്ങളൊന്നും ആയിരുന്നില്ല. ഇതൊരൊറ്റ ചിരി. നമ്മുടെ സുധാകരനെ കുറിച്ച് ഏതോ ഒരു മാപ്ര എന്തോ ചോദ്യം ചോദിച്ചു. അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു ചിരി, ഒരു വാചകം. ഇവരെയൊക്കെ ഗൗനിക്കുവാൻ ആർക്ക് സമയം? ഗൗനിക്കുന്ന പോലുമില്ല, ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവരെന്തെങ്കിലും പറയട്ടെ, ആരെങ്കിലുമൊക്കെ കുലയ്ക്കട്ടെ, സാർത്ഥവാക സംഘം മുന്നോട്ട് പോകും എന്ന ആ ഒരു രീതിയിൽ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ മഹാമല്ലൻ, VS അച്യുതാനന്ദനും കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീന ശക്തി ഉണ്ടായിരുന്ന ജില്ലയിലെ നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവ്, അംഗത്വം പോലും പുതുക്കാതെ ഓടി രക്ഷപ്പെട്ടത്. ഇതൊക്കെ ആർക്ക് സാധിക്കും? ഗോവിന്ദൻ മാർക്സിന് അല്ലാതെ ആർക്ക് സാധിക്കും? അദ്ദേഹം പരിഹസിച്ച് ചിരിച്ചതല്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ പരിഹസിച്ചിരിക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതും തമ്മിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പക്ഷെ ഒരു ചിരി മതി. നമ്മളെ ചില ആളുകളെ പറ്റി പറയുമ്പോഴേ ഒരു പുഞ്ചിരി കൊണ്ട് നമ്മളെയൊക്കെ മയക്കിയെടുക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു പരിഹാസ ചിരി കൊണ്ട് ഒരാളെ പാർട്ടിയുടെ പുറത്തേക്ക്
പലായനം ചെയ്യിപ്പിക്കുന്ന കഴിവ് നമ്മുടെ എം വി ഗോവിന്ദൻ മാർക്സിനല്ലാതെ മറ്റാർക്കുമില്ല. അദ്ദേഹത്തെയൊക്കെയാണ് നിങ്ങൾ വളരെ ചെറുതാക്കി നിങ്ങളുടെ വാർത്തകളിൽ ചിത്രീകരിക്കുന്നത്. ശരിയല്ല, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ ഈ പാർട്ടിയിലെ വേറെ കൃത്യമുണ്ടല്ലോ, ഒരു പക്ഷപാതപരമായ നീക്കവും നിലപാടും, അത് ശരിയല്ല കേട്ടോ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ കുറെ കൂടി എല്ലാവരെയും സമഭാവനയോടെ കാണുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലത്. ഇപ്പൊ തന്നെ നമ്മുടെ ജി സുധാകരൻ, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങളും പറഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനങ്ങള്, അവമതിപ്പ്, അതിനെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞു. CPM-ന്റെ ഒക്കെ ഒരു സംഘടനാ രീതി അനുസരിച്ചാണെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പാർട്ടി വേദികളിലാണ് പറയേണ്ടത്. പാർട്ടി കമ്മിറ്റികൾ അത് ചർച്ച ചെയ്യും, എന്നിട്ടൊരു തീരുമാനമെടുക്കും. അതേപോലെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന ബൂർഷ മാധ്യമത്തെയാണ് ഉപയോഗിച്ചത്. അതിലൂടെ പാർട്ടിക്കെതിരായിട്ട് വലിയ വിമർശനങ്ങൾ, ശക്തമായ വിമർശനങ്ങൾ, എം വി ഗോവിന്ദൻ മാർക്സിന്റെ ചിരിയെക്കുറിച്ച് വരെ അദ്ദേഹം ഉപന്യസിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നടക്കുക. ഏത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുതലുള്ളവർ. ഇപ്പൊ ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇടപെടുമെന്നാണ് കേൾക്കുന്നത്. അതേസമയം പാവപ്പെട്ട നമ്മുടെ PK ശശി പാലക്കാട്, ഈ സുധാകരനെ പോലുള്ള വലിയൊരു പ്രാമാണിത്വമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അവിടെ സാമാന്യം നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ് CPM-ൽ. അദ്ദേഹം ഇന്നലെ ഒരു വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ ചില രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞു. മിനിറ്റ് വെച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 12,000 പേര് ചേർന്നൊരു കൺവെൻഷനാണ്. ആ കൂട്ടത്തിൽ 2 മുൻ ഏരിയ സെക്രട്ടറിമാരുണ്ടായിരുന്നു, 3 മുൻ ലോക്കൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു, 2-3 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പഞ്ചായത്തുകളിലൊക്കെ അംഗമായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലയിലെ ചില പഴയ നേതാക്കളുടെ മക്കളൊക്കെ അതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ചുവപ്പ് വോളണ്ടിയർമാരൊക്കെ ഉണ്ടായിരുന്നു യോഗം നിയന്ത്രിക്കാൻ. അങ്ങനെ ഒരു സമ്മേളനം നടത്തി കഴിവ് കാണിച്ച ഒരു നേതാവിനെ, PK ശശിയെ, പുല്ലുപോലെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഈ വേറെ കൃത്യം എന്ന് പറയുന്നത്. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നടക്കാം. കരുത്തനാണ്, പാർട്ടിയിലെ കരുത്തനാണ് ജി സുധാകരൻ എന്നൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ബേബി സഖാവ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, ഇത്രയും കരുത്തനായിരുന്നെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വലിച്ച് താഴെ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വിട്ടത്? ഒരുപക്ഷെ ഒരു കാരണം ഉണ്ടാവും. ഒരു കരുത്തൻ സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും ബ്രാഞ്ചിലാണെങ്കിലും കരുത്തൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ വലിച്ചു താഴെ ഇട്ടത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന ഒരു ആരോപണമായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചിട്ടും സ്ഥാനാർത്ഥി ജയിച്ചു കേട്ടോ. മോശമല്ലാത്ത ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്നിട്ടും അദ്ദേഹത്തെ പിടിച്ചു. 22 കുറ്റങ്ങളാണ് നമ്മുടെ സുധാകരന്റെ മേലിൽ ചാർത്തിയിരുന്നത്. ഇപ്പൊ കരുത്തനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ അനുഭവ സമ്പത്ത് അല്ലെ നേതൃത്വ പാഠവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഉപയോഗിക്കുമെന്ന് പറഞ്ഞാല് ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വന്ന് മുദ്രാവാക്യം വിളിച്ചോണം, ചുവരെഴുതാൻ പറഞ്ഞാൽ ചുവരെഴുതിക്കോണം, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിച്ചോണം. അതാണ് ഈ പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ വേറൊരു ചോദ്യം ഉയരുന്നു. ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് പാർട്ടിക്ക് വേണ്ടായിരുന്നു? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നാസർ പറയുന്നത് പരിഭവമൊക്കെ ഒഴിവാക്കിയിട്ട് വന്ന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. അപേക്ഷയാകട്ടോ, അല്ലാതെ താക്കീതൊന്നും കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷെ പരിഭവമാണ് അദ്ദേഹത്തിന്. 5 കൊല്ലം അദ്ദേഹത്തിന്റെ അച്ഛനടക്കമുള്ളവരെ പരിഹസിക്കുകയും വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തെ അവമാനിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ പറയും അതൊക്കെ പരിഭവമാണെന്ന്. ജി സുധാകരനോട് പറയാ, സാറേ സഖാവ്, ഇതൊക്കെ പരിഭവമല്ലയോ? ഇത്തരം പരിഭവങ്ങളൊന്നും വെച്ചു പുലർത്താതെ വന്ന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നാലെ നടക്കുക. ഇപ്പൊ പാർട്ടിക്ക് ജി സുധാകരനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഒരു ദോഷവും 22 കുറ്റങ്ങളും ഇപ്പൊ മൂടി കാർപ്പറ്റിനടിയിലോട്ട് ഒളിച്ചു വെച്ചിരിക്കുക. ഇതുപോലൊരു നേതാവ് പാർട്ടി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടില്ല, സംസ്ഥാന തലത്തിൽ പോലും ഉണ്ടായിട്ടില്ല. പ്രകീർത്തിക്കുക. പക്ഷെ പാവപ്പെട്ട PK ശശി അദ്ദേഹത്തെ അടിച്ച് പുറത്താക്കി. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാ പറഞ്ഞത്. പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? കൊള്ളി നിന്നങ്ങ് കത്തുക കേട്ടോ. പുകഞ്ഞൊന്നുമില്ല, കത്തിപ്പടരുകയാ. അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തില് പാർട്ടിയുടെ ചീഞ്ഞ രഹസ്യങ്ങളാണ് വലിച്ച് പുറത്തേക്കിടുന്നത്. അതിലൊന്നും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത് കേട്ടോ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നാ പറയുന്നത്. കോൺഗ്രസ്സുകാർ പോലും ഇതുവരെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതായിട്ട് അറിയില്ല. കാരണം അവർ ഉന്നയിക്കത്തില്ല, കാരണം അവർക്ക് അറിയില്ലല്ലോ. ഈ പാർട്ടി സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ജോലി, രഹസ്യ ജോലി സ്പിരിറ്റ് കച്ചവടമാണെങ്കിൽ അത് ശശിക്ക് അറിയാവുന്നതുപോലെ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ ആ ആരോപണം ഉന്നയിക്കത്തില്ല. ഏതോ ഒരു സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, വാളയാർ പരമശിവം എന്ന് മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്, ആ കഥാപാത്രത്തിന്റെ പേര്. അതുപോലൊരു പരമശിവമായിട്ടാണ് നമ്മുടെ PK ശശി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ വിശേഷിപ്പിക്കുന്നത്. വാളയാർ പരമശിവം. ഇതിൽപ്പോ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കച്ചവടത്തിന്റെ രീതി, മോഡസ് ഓപ്പറാണ്ടിയൊക്കെ ശശിക്ക് അറിയാമായിരിക്കുമല്ലോ. എങ്ങനെയാണ് സ്പിരിറ്റ് കടത്തുന്നത്, എവിടേക്കാണ് കച്ചവടം ചെയ്യുന്നത്, അതൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ശശി സഖാവിനായിരിക്കും. നാളെ അദ്ദേഹം ഇതൊക്കെ വലിച്ചു ചിലപ്പോൾ പുറത്തേക്ക് ഇടും. അവിടുത്തെ DYFI ഓഫീസ്, ജില്ലാ ഓഫീസ് എന്ന് പറയുന്നത് കഞ്ചാവിന്റെ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. കഞ്ചാവും കള്ളും അതിന്റെ ഒരു വിതരണ കേന്ദ്രമായിട്ടാണ് ശശിയണ്ണൻ ആ ആഫീസിനെ വിശേഷിപ്പിക്കുന്നത്.
ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണല്ലോ ശശികണ്ഠൻ ഇതൊക്കെ പറയുന്നത്. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു SFIയുടെ നേതാവിനെ പറ്റി പറഞ്ഞു, വളരെ വിശദമായിട്ട് പറഞ്ഞു. ഫുൾ ടൈം കഞ്ചാവാണ് അത്രയും, അടിച്ച് കിറിങ്ങിയ എപ്പോഴും നടക്കുന്നത്, നേരെ നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ശശികണ്ഠൻ പറഞ്ഞതാ. കോൺഗ്രസ്സുകാരോ KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ പറഞ്ഞതല്ലേ, മറക്കല്ലേ, ശശികണ്ഠൻ പറഞ്ഞതാ. എപ്പോഴും കഞ്ചാവ്, നേരെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും ചാരി വേണം ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ. പ്രസംഗിക്കാനൊക്കെ എഴുന്നേൽക്കുമ്പം ചാരാനൊരാൾ വേണം അത്രയും ഈ നേതാവിന്. അദ്ദേഹം പറഞ്ഞിരുന്ന ഈ നേതാവ് ആരാണെന്നൊക്കെ പലർക്കും മനസ്സിലായി. പക്ഷേ ആരെങ്കിലും ചാരിയാണെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നാവിൽ നിന്ന് അനർഗളം പ്രവഹിക്കുന്ന സരസ്വതി, അതുപോലുള്ള കഴിവ് മറ്റാർക്കുമില്ല. അങ്ങനെ പാർട്ടിയിലെ ചീഞ്ഞു നാറിയ രഹസ്യങ്ങൾ, പാർട്ടി രഹസ്യങ്ങൾ, അത് നമ്മുടെ ശശികണ്ഠൻ വലിച്ചു പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. വെച്ച് വാഴിക്കാൻ പറ്റുമോ? നമ്മുടെ സുധാകരൻ അങ്ങനെ ചെയ്യില്ലെന്നൊരു പ്രതീക്ഷയിലാണ് അനുനയിപ്പിക്കാൻ നടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനും ധാരാളം കഥകളറിയാം. ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പൊ അനുനയിപ്പിക്കുക, മറ്റേ ആളിനെ പിടിച്ച് പുറത്തിട്ടു. ശശി പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരു റാക്കറ്റാണ് അല്ലെങ്കിൽ ഒരു ഗൂഢസംഘമാണ് കേരളത്തിലെ പാർട്ടിയിലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന്. ശശി സഖാവിന്റെ പ്രസംഗം കേട്ടാൽ ഇതൊരു പുതിയ കാര്യമാണെന്ന് തോന്നുന്നു. സഖാവ് ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ് ഈ റാക്കറ്റ്, റാക്കറ്റിന്റെ നേതാവ് ആരാണ് എന്നൊക്കെ. പക്ഷെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പില്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത്. അദ്ദേഹം നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. CPMന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയാൽ ശശി സഖാവിന് അത് മനസ്സിലാവും.